ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതുക്കിയ SCERT പാഠപുസ്തകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സെഷനാണ് SCERT എക്സ്പ്ലെയിനർ. നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ SCERT എക്സ്പ്ലെയിനർ എന്ന പ്ലേലിസ്റ്റിൽ ഇതിനു മുന്നേ നൽകിയ അധ്യായങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായിട്ടും നമ്മൾ നൽകിയ SCERT എക്സ്പ്ലെയിനറിലൂടെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ 5ാമത്തെ അധ്യായമായ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് 2 സെഷൻ പഠിച്ചു. ഇതിന്റെ തൊട്ടു മുന്നേയുള്ള സെഷനിൽ ഈ ചാപ്റ്ററിൽ നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം ആ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൃത്യമായി പഠിക്കുക. ഈ അധ്യായത്തിന്റെ അവസാനത്തെ സെഷനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന മേഖലയാണ്. എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളിത് പഠിച്ചെടുക്കുക. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്, ഈ വാക്ക് ശ്രദ്ധിക്കണേ, ഗവൺമെന്റിന് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന്, രണ്ടും ശരിയാണ്, നമ്മുടെ ഗവൺമെന്റിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് നമ്മുടെ ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങളാണ്. നിർദ്ദേശങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം ആർക്കാണ് നൽകുന്നത്? ഗവൺമെന്റിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്. നൽകുന്നത് നമ്മുടെ ഭരണഘടന തന്നെ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ ഗവൺമെന്റിന് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ അഥവാ ഉപദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മുടെ ഭരണഘടന ഗവൺമെന്റിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ഇത്തരം അഡ്വൈസ് അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശം നൽകുന്നത്? പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ്. രാജ്യത്തിൽ സാമ്പത്തിക നീതി ഉറപ്പാക്കുക, രണ്ടാമത്തത് സാമൂഹിക നീതി ഉറപ്പാക്കുക. സാമ്പത്തിക നീതിയും സാമൂഹിക നീതിയും ഉറപ്പാക്കുക എന്നതാണ് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്താണ് സാമ്പത്തിക നീതി എന്ന് പറയുന്നത്? സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിൽ ഒരു വിവേചനം ഉണ്ടാവാൻ പാടില്ല. അതായത് സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്നവരും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരും. അതുപോലെ തന്നെ സാമൂഹികമായും സോഷ്യലായിട്ടും നമ്മുടെ രാജ്യത്തിൽ ഒരു വിവേചനം പാടില്ല. അതുകൊണ്ട് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെന്റിന് നമ്മുടെ ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങൾ അഥവാ ഉപദേശങ്ങളെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്ന നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് ആർട്ടിക്കിൾ 41. ഇതിനകത്ത് പറയുന്നുണ്ട് റൈറ്റ് ടു വർക്ക്. നമ്മുടെ രാജ്യത്ത് പൗരന്മാർക്ക് തൊഴിൽ നേടിയെടുക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ നൽകാനുള്ള നടപടികൾ രാഷ്ട്രം അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വീകരിക്കണം. അപ്പൊ തൊഴിലിലൂടെ നമ്മുടെ ജീവിത നിലവാരം ഉയരും. അതിലൂടെ നമ്മുടെ നാട്ടിൽ ഉള്ള സാമ്പത്തികമായ ആ ഒരു വേർതിരിവ് അല്ലെങ്കിൽ അസമത്വം ഇല്ലാതാവും. അതിലൂടെ നമ്മുടെ രാജ്യത്തിൽ സാമ്പത്തിക നീതി ഉറപ്പാക്കാൻ പറ്റും. ഇപ്പോ മാർഗനിർദ്ദേശ തത്വങ്ങളിലെ ഒരു ആർട്ടിക്കിൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, റൈറ്റ് ടു വർക്ക്, ആർട്ടിക്കിൾ 41. അങ്ങനെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഉള്ള ആ ഒരു വേർതിരിവ് ഒഴിവാക്കാനായി നമ്മുടെ ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കണമെന്ന് ഭരണഘടന ഗവൺമെന്റിനോട് അല്ലെങ്കിൽ രാഷ്ട്രത്തോട് നിർദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഉപദേശിക്കുന്നു. അപ്പോൾ നിർദ്ദേശിക്കുന്നു ഉപദേശിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് രാഷ്ട്രത്തിന് ലഭിക്കുന്ന ഒരു നിർദ്ദേശം മാത്രമാണ്. ഇത് രാഷ്ട്രം നിർബന്ധമായും പാലിക്കണമെന്നില്ല. മൗലിക അവകാശങ്ങൾ നമുക്ക് നൽകേണ്ടത് ഗവൺമെന്റിന്റെ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നിർബന്ധമായും രാഷ്ട്രം രാജ്യത്തിൽ നടപ്പിലാക്കണമെന്നില്ല. ഇപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്ന ഒരു ഉപദേശം, ഏതെങ്കിലും ഒരു ഉപദേശം, ആ ഉപദേശം ഗവൺമെന്റ് നടപ്പിലാക്കിയില്ലെങ്കിൽ പൗരന് കോടതിയിൽ പോയി അത് നേടിയെടുക്കാൻ ഭരണഘടനയിൽ പ്രൊവിഷൻ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിൽ പറഞ്ഞാൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ ലഭ്യമായില്ല എന്ന് പറഞ്ഞ് പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ കോടതിയിലൂടെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല മാർഗനിർദ്ദേശക തത്വങ്ങൾ. അതുകൊണ്ട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല.
നമ്മൾ തൊട്ടു മുന്നേയുള്ള ക്ലാസ്സിൽ മൗലിക അവകാശങ്ങൾ പഠിച്ചില്ലേ? മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. കാരണം മൗലിക അവകാശങ്ങൾ ഒരു ഇന്ത്യൻ പൗരന് ലഭ്യമല്ല എങ്കിൽ അദ്ദേഹത്തിന് കോടതിയിൽ പോയി മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയും. എന്നാൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഒരു നിർദ്ദേശം മാത്രമാണ്. രാഷ്ട്രത്തിന്റെ സൗകര്യത്തിനനുസരിച്ച്, രാഷ്ട്രത്തിന്റെ സാമ്പത്തികമായും സാമൂഹികമായുള്ള അവസ്ഥ അനുസരിച്ച് രാഷ്ട്രം ചിലപ്പോൾ അത് നടപ്പിലാക്കും. നടപ്പിലാക്കിയില്ല എങ്കിലും കുഴപ്പമില്ല, കോടതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. എന്നാൽ രാഷ്ട്രത്തിന് നടപ്പിലാക്കാനുള്ള ഒരു അവസരം വന്നു എങ്കിൽ അത് നടപ്പിലാക്കാം. രാഷ്ട്രം നിയമനിർമ്മാണം നടത്തുമ്പോഴും നയങ്ങൾ രൂപീകരിക്കുമ്പോഴും ഈ പറയുന്ന ഉപദേശങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് നടപ്പിലാക്കിയാൽ നല്ലതാണ്. പൗരന്മാർക്കിടയിൽ നീതി ഉറപ്പാക്കാൻ രാഷ്ട്രത്തിന് കഴിയും. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിക്ക്, ശ്രദ്ധിക്കുക. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഈ പോയിന്റ് ഉണ്ട്, വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും നീതി കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളാണ് രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം സാമൂഹിക സാമ്പത്തിക നീതി ഉറപ്പാക്കുക. ശ്രദ്ധിക്കണേ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ ഇങ്ങനെ കാണും, ക്ഷേമരാഷ്ട്ര സങ്കല്പം, വെൽഫെയർ സ്റ്റേറ്റ് ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? കൃത്യമായിട്ട് ശ്രദ്ധിക്ക്. ക്ഷേമരാഷ്ട്ര സങ്കല്പം അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന കോൺസെപ്റ്റ് ഭരണഘടനയുടെ എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു? മാർഗനിർദ്ദേശക തത്വങ്ങൾ. പുതിയ കുട്ടികൾ ശ്രദ്ധിക്കണേ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തണം. ഒരു വിഭാഗത്തിന്റെ അല്ലേ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ സ്റ്റേറ്റ് നടപ്പിലാക്കുന്നില്ല എങ്കിൽ പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതായത് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. എന്നാൽ മൗലിക അവകാശങ്ങളാണെങ്കിലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ആ ക്ലാസ് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കൃത്യമായി പഠിക്കും. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. ന്യായവാദത്തിന് അർഹമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചില്ല എങ്കിൽ കോടതിയിലൂടെ നേടിയെടുക്കുവാനുള്ള പ്രൊവിഷൻ ഭരണഘടനയിലുണ്ട്. എന്നാൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല. അതേസമയം സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകണം. നയം രൂപീകരിക്കുന്ന സമയത്ത് ഈ നിർദ്ദേശം ഗവൺമെന്റ് പ്രാധാന്യത്തിൽ എടുക്കണം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യൂ, പ്രാധാന്യം കൊടുക്കണം. പക്ഷെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി പൗരന് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയില്ല. ഭരണഘടനയുടെ ഭാഗം 4 പരീക്ഷയ്ക്ക് ചോദിക്കേ, മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4. ഭാഗം 1 നിങ്ങൾക്കറിയാം, യൂണിയനും അതിന്റെ പ്രദേശങ്ങളും. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1 യൂണിയനും അതിന്റെ പ്രദേശങ്ങളും. ഭാഗം 2 പൗരത്വം. ഭാഗം 3 മൗലിക അവകാശം. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വം. അതിൽ ആർട്ടിക്കിൾ 36 തൊട്ട് 51 വരെയാണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന മേഖല ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 36 തൊട്ട് 51 വരെയുള്ള അനുച്ഛേദത്തിൽ. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ, അയർലൻഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ എല്ലാ പരീക്ഷയിലും ചോദിക്കുന്നതുകൊണ്ട് പഠിപ്പിക്കുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്ന് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാരുകൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. സർക്കാരിനുള്ള ഉപദേശം അല്ലെങ്കിൽ സർക്കാരിനുള്ള നിർദ്ദേശം. ഇത് ഭരണം നിർവഹിക്കുമ്പോഴും നിയമനിർമ്മാണം നടത്തുമ്പോഴും ഇതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കൊടുത്തില്ല എങ്കിലും പൗരന് കോടതി പോയി നേടിയെടുക്കാൻ കഴിയില്ല. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, വിദ്യാഭ്യാസ, അന്താരാഷ്ട്ര വിഷയങ്ങളെല്ലാം സ്പർശിക്കുന്ന വിപുലമായ ആശയങ്ങളാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ്, കൃത്യമായി പഠിക്കുക. നിർദ്ദേശക തത്വങ്ങളെ 3 തരംതിരിക്കാവുന്നതാണ്. ഇത് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കേ. ഉറപ്പ്. പുതുതായിട്ട് പഠിക്കുന്നവരും പഴയ കുട്ടികളെല്ലാം ഇനി പരീക്ഷയ്ക്ക് പോകുമ്പം മാർഗനിർദ്ദേശ തത്വങ്ങളെ ഈ ഒരു അപ്രോച്ച് പഠിച്ചിട്ട് പോകണം. അപ്പൊ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഭരണഘടന നമ്മുടെ ഗവൺമെന്റിനും ഓർ രാഷ്ട്രത്തിനും നൽകുന്ന ചില ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും നീതി ഉറപ്പാക്കുക എന്നതാണ്. പക്ഷേ ഈ ഉപദേശങ്ങൾ രാഷ്ട്രത്തിനുള്ളതാണ്, പൗരന്മാർക്കുള്ളതല്ല, രാഷ്ട്രത്തിനുള്ളതാണ്. ഈ രാഷ്ട്രം അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പൗരന് ഇത് നേടിയെടുക്കാനായി കോടതിയിൽ നിന്നും പോകാൻ കഴിയില്ല. രാഷ്ട്രം അല്ലെങ്കിൽ ഗവൺമെന്റ്
നയങ്ങൾ രൂപീകരിക്കുമ്പോഴും നിയമനിർമ്മാണം നടത്തുമ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഗവൺമെന്റിന് കിട്ടിയിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളെ പ്രാധാന്യത്തിൽ എടുത്തുകൊണ്ട് അവയും കൂടെ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ഗവൺമെന്റിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് നൽകുന്ന ഉപദേശങ്ങളെ പ്രധാനമായിട്ടും മൂന്നായി തരംതിരിക്കുന്നു. ഉദാര ആശയങ്ങൾ അഥവാ ലിബറൽ പോളിസീസ്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. ലിബറൽ ആശയങ്ങളാണ് ഉദാര ആശയങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. അതായത് ഗാന്ധിജിയുടെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിയൻ ആശയങ്ങൾ. പിന്നെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന വിഭാഗമുണ്ട്, ഉദാര ആശയങ്ങൾ എന്ന ലിബറൽ ആശയങ്ങൾ. അപ്പോൾ മാർഗനിർദ്ദേശ തത്വങ്ങളെ എത്രയായി തരംതിരിക്കാം? 3. ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ. ഒരു കാര്യം എടുത്തു പറയട്ടെ, ടെക്സ്റ്റ് ബുക്കിൽ ഈ കാര്യം പറയുന്നില്ല. എന്താണ്? നമ്മുടെ ഭരണഘടനയിൽ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. ഭരണഘടനയിൽ ഇങ്ങനെ തരംതിരിച്ചിട്ടില്ല. എങ്ങനെ? ഉദാര ആശയങ്ങളെന്നും സോഷ്യലിസ്റ്റ് ആശയങ്ങളെന്നും ഗാന്ധിയൻ ആശയങ്ങളെന്നും എന്നൊരു വേർതിരിവ് നമ്മുടെ ഭരണഘടനയ്ക്കകത്തില്ല. പക്ഷേ ചിന്തകന്മാർ ഇതിനെ 3ആയിട്ട് തരംതിരിച്ച് അതിനെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഭരണഘടനയ്ക്കകത്ത് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. എങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ? നമുക്ക് ഭരണഘടന വായിച്ചാൽ അവിടെ ഇങ്ങനെ ലിബറൽ ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും കാണാനേ കഴിയില്ല. പക്ഷേ മൊത്തത്തിൽ മാർഗനിർദ്ദേശ തത്വങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്കറിയാം 36ാമത്തെ വകുപ്പ് തൊട്ട് 51ാമത്തെ വകുപ്പ് വരെ, ഉറപ്പ് ചോദ്യമാണേ, 36ാമത്തെ വകുപ്പ് തൊട്ട് 51ാമത്തെ വകുപ്പ് വരെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഉദാര ആശയങ്ങൾ അഥവാ ലിബറൽ പോളിസീസ്. അപ്പൊ ലിബറൽ പോളിസിയിൽ തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഉറപ്പുവരുത്തണം. തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഉറപ്പുവരുത്തണം, രാഷ്ട്രം ഉറപ്പുവരുത്തണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 39A. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ആർട്ടിക്കിൾ കൊടുത്തിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ആർട്ടിക്കിളും കൂടെ എഴുതുന്നേ ഉള്ളൂ. 39A എന്ന് പറഞ്ഞാൽ തുല്യനീതിയും സൗജന്യ നിയമസഹായവുമാണ്. അതായത് നമ്മുടെ രാജ്യത്തില് നീതി ഉറപ്പാക്കുമ്പോൾ അവിടെ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ എന്നൊരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ ഉള്ള വ്യത്യാസത്തിൽ ഒരാൾക്ക് നീതി നിഷേധിക്കാൻ പാടില്ല. അങ്ങനെ തുല്യനീതി ഒരാൾക്ക് ലഭിക്കണം, ജസ്റ്റിസ് ലഭിക്കണം. അപ്പൊ തുല്യനീതി ലഭിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയിൽ പോകേണ്ടി വരുന്നു. നമുക്കത് നമ്മുടെ മൗലിക അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കാം. എക്സാമ്പിൾ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ബാലവേല നിരോധനത്തിന് വേണ്ടി, നിരോധനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടതിയിൽ പോകേണ്ടി വരുന്നു. ശ്രദ്ധിക്കണേ, അത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. അപ്പൊ നമുക്ക് അവിടെ നീതി കിട്ടണം. മൗലിക അവകാശം വഴി നമുക്ക് ഈ ബാലവേല നിരോധനവും ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഇത് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതി പോകണമെങ്കിൽ, കോടതി പോയാലേ നമുക്ക് തുല്യനീതി കിട്ടൂ. പക്ഷെ കോടതി പോകാൻ നമ്മളെ കയ്യിൽ കാശില്ല, ഒരു വക്കീലിനെ വെച്ച് വാദിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല, നമ്മൾ അത്ര ദാരിദ്ര്യത്തിലാണ്. അങ്ങനെ നമുക്ക് മൗലിക അവകാശം ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്നുവെങ്കിലും അത് നേടിയെടുക്കാനായി കോടതിയിൽ പോകാൻ നമുക്ക് ചിലപ്പോൾ കഴിയില്ല. നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതി അതിന് അനുവദിക്കുന്നതല്ലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൗജന്യ നിയമസഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകാൻ ശ്രമിച്ചാൽ കൊള്ളാമായിരിക്കും. അതായത് ഗവൺമെന്റിന്റെ ഒരു വക്കീലിനെ വെച്ച് വാദിക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സൗജന്യ നിയമസഹായം കിട്ടും. അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? തുല്യനീതി കിട്ടും. അവിടെ നമ്മൾ ദരിദ്രരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നീതി എന്ത് ചെയ്യില്ല? നിഷേധിക്കപ്പെടില്ല. അതുകൊണ്ടാണ് 39A, ക്യാപിറ്റൽ ലെറ്റർ A ആണ്. 39A പറയുന്നു, തുല്യനീതിയും സൗജന്യ നിയമസഹായവും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ രാഷ്ട്രം സ്വീകരിക്കണം. ഇത് ഉദാര ആശയമാണ്, ലിബറൽ പോളിസി. ഉദാര ആശയം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോളണം, എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ ഉദാര ആശയങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കൂ, തുല്യനീതി ഉറപ്പാക്കുന്നതിലൂടെ, സൗജന്യ നിയമസഹായം ഉറപ്പാക്കുന്നതിലൂടെ എല്ലാവർക്കും നീതി ലഭിക്കാനുള്ള അവസരം കിട്ടുകയാണ്. ഉദാര ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ തുല്യ അവസരം ഒരുക്കി കൊടുക്കുന്ന ആശയങ്ങളാണ് ഉദാര ആശയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത അല്ലെങ്കിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരിക. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരു നിയമം. ഇപ്പോൾ ഹിന്ദുക്കൾക്കൊരു നിയമം ഉണ്ടാവാം, മുസ്ലിങ്ങൾക്കൊരു നിയമം ഉണ്ടാവാം, ക്രിസ്ത്യൻസിന് നിയമം ഉണ്ടാവാം. അങ്ങനെയുള്ള വ്യത്യസ്ത നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി ഒരൊറ്റ നിയമം, അതാണ് ഏകീകൃത സിവിൽ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏകീകൃത
സിവിൽ കോഡ്. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് ഏത് ആശയത്തിൽ വരുമെന്ന് ചോദിക്കും. ഉദാര ആശയത്തിലാണ് വരുന്നത്. ഏകീകൃത സിവിൽ കോഡ് ഉദാര ആശയം. അപ്പൊ നിങ്ങൾ ഉദാര ആശയം എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളാം, എല്ലാവരും ഒരുപോലെ കാണുന്ന, എല്ലാവർക്കും തുല്യ അവസരം കിട്ടുന്ന ഒരു ആശയമാണ് ഉദാര ആശയം എന്ന് പറയുന്നത്. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് വരുമ്പോൾ ഉദാര ആശയം നടപ്പിലാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് വരുന്നത് ഏത് ആശയത്തിൽ എന്ന് ചോദിച്ചാൽ ഉദാര ആശയത്തിലാണ്, ലിബറൽ പോളിസിയിലാണ്. 44. അടുത്തത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസ വ്യവസ്ഥ ചെയ്യൽ. അതായത് 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പരിചരണവും വ്യവസ്ഥ ചെയ്യണം എന്ന് ഗവൺമെന്റിനെ നിർദ്ദേശിക്കുന്ന ആർട്ടിക്കിൾ. അപ്പൊ ഏകീകൃത സിവിൽ കോഡ് 44. ഏകീകൃത സിവിൽ കോഡിന്റെ ആർട്ടിക്കിൾ എത്ര? 44. പരീക്ഷയ്ക്ക് ചോദിക്കേ, നിങ്ങൾക്കറിയാലോ മാർഗനിർദ്ദേശക തത്വങ്ങൾ 36 തൊട്ട് 51 വരെയാണ് വരുന്നത്. അതിനകത്ത് യൂണിഫോമിറ്റി ഉള്ള ഒരു സംഖ്യയേ ഉള്ളൂ, അത് 44 ആണ്. അതാണ് ഏകീകൃത സിവിൽ കോഡ്. അത് രണ്ടും തുല്യമല്ലേ? അങ്ങനെ ഓർത്താൽ 44 ഏകീകൃത സിവിൽ കോഡ്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുന്നത് ഉദാരാശയമാണ്. പിന്നെ പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം 48 പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 48ാമത്തെ വകുപ്പ് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി രാഷ്ട്രത്തിന് നടപടികൾ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട്. 48 ടെക്സ്റ്റ് ബുക്കിൽ 48 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം ഉദാര ആശയങ്ങളാണ്. ഇതിൽ പരിസ്ഥിതി സംരക്ഷണം വരുന്നത് 48A കേട്ടോ. 48A. കന്നുകാലി പരിപാലനവും വന്യജീവി സംരക്ഷണവും വരുന്നത് 48 ടെക്സ്റ്റ് ബുക്കിൽ ആർട്ടിക്കിൾ കൊടുത്തിട്ടില്ല. ഉദാര ആശയങ്ങൾ എന്ന് പറഞ്ഞ് പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 48 കന്നുകാലി, വന്യജീവി സംരക്ഷണം വരും. പരിസ്ഥിതി സംരക്ഷണം വരുന്നത് 48A. പിന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ 51. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കാനുള്ള നടപടികൾ രാഷ്ട്രം സ്വീകരിക്കണമെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 51. അത് ഉദാര ആശയങ്ങളാണ്. അപ്പോൾ ആർട്ടിക്കിൾ ആദ്യം പഠിക്കണ്ട. ആദ്യം മാർഗനിർദ്ദേശക തത്വങ്ങളിലെ ഉദാര ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ലിബറൽ പോളിസീസ്. തുല്യ നീതി ഉറപ്പാക്കണമെങ്കിൽ സൗജന്യ നിയമസഹായം രാഷ്ട്രം കൊടുക്കേണ്ടി വരും. അതിന് നടപടി സ്വീകരിക്കാൻ പറയുന്നുണ്ട്. പൗരന്മാർക്ക് വേണ്ടി ഒരു ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിചരണവും പറയുന്നുണ്ട്. പിന്നെ പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. അതിൽ പരിസ്ഥിതി സംരക്ഷണം വരുന്നത് 48A. കന്നുകാലി, വന്യജീവി സംരക്ഷണം 48. അപ്പൊ ഗോവധ നിരോധനം വരുന്നത് ഏതായിരിക്കും? 48. ഗോവധ നിരോധനത്തിനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 48. പിന്നെ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം അഭിവൃദ്ധിപ്പെടുത്തുക എന്ന് പറയുന്നത് 51. മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഉദാര ആശയങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇതുപോലെ വരുന്നതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ള ഒരു വഴിയായിട്ട് നിങ്ങൾ ഓർത്താൽ മതി. വളരെ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല രീതിയിൽ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ഈ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉപയോഗിക്കുന്നത്. അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതായത് എല്ലാ ആളുകൾക്കും ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുത്ത് ആ ഉപജീവന മാർഗം അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ കണ്ടാൽ നമുക്കത് പിക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഉദാഹരണം, സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണം എന്ന് പറയുന്നു. ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യലിസ്റ്റ് ആശയം തുല്യ ജോലിക്ക് തുല്യ വേതനം. അപ്പൊ അവിടെ ജോലി വന്നു. തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീ ആയാലും പുരുഷനായാലും ഗവൺമെന്റ് ജോലിയിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഒരേ ജോലിക്ക് ഒരേ വേതനം ഉറപ്പാക്കണം എന്ന് പറയുന്നത് 39D ആണ്. തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കണം. റൈറ്റ് ടു വർക്ക് ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ് ടു വർക്ക് എങ്കിലേ അവർക്ക് നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പൊ തൊഴിൽ ചെയ്യാനുള്ള അവസരങ്ങൾ ജനങ്ങൾക്ക് ഒരുക്കണം എന്ന് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ 41 പറയുന്നു. 42 നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുവാൻ പറയുന്നു. നീതിപൂർവമായ മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്താൻ പറയുന്നു. എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ തൊഴിൽ ലഭിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ള അവകാശം നമുക്ക് 41 ലഭിക്കുന്നു. തൊഴിൽ ചെയ്യാനുള്ള അവകാശം നമുക്ക് 41 ലഭിക്കുന്നു. പക്ഷെ തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിൽ ചെയ്യുന്ന തൊഴിലിടം ഉണ്ടല്ലോ, ആ തൊഴിലിടത്തിൽ നമുക്ക് മാനുഷികപരമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കണം. ആ ജോലി ഒരു അടിമപ്പണിയാവരുത്. റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു അടിമപ്പണിക്കല്ല നമ്മളെ കൊണ്ടുപോകേണ്ടത്. കൃത്യമായി വിശ്രമം നൽകുന്ന, കൃത്യമായ തൊഴിൽ സാഹചര്യങ്ങൾ നൽകുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക, അതും കൂടെ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതാണ് പറയുന്നത്, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കണം.
സ്ത്രീകൾക്ക് ആ സമയത്ത് സ്ത്രീകൾക്ക് എന്ത് നൽകണം? പ്രസവാനുകൂല്യങ്ങൾ നൽകണം എന്ന് പറയുന്ന 42-ലാണ്. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകണം. ലിവിംഗ് വേജ് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകണം. ഇപ്പോ നമുക്ക് മിനിമം വേജും ഉണ്ട്, ലിവിംഗ് വേജും ഉണ്ട്. മിനിമം വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന വേതനം. ഉദാഹരണം, ഫുഡിന് വേണ്ടി, അതുപോലെ വസ്ത്രത്തിന് വേണ്ടി, പാർപ്പിടത്തിന് വേണ്ടി, അതിനൊക്കെ വേണ്ടി നമുക്ക് ലഭിക്കേണ്ട വേതനമാണ് മിനിമം വേജ്. എന്നാൽ ലിവിംഗ് വേജ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടെ വൈഡാണ്. അതായത് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഒരു ഇൻഷുറൻസിന് വേണ്ടി, വിനോദത്തിന് വേണ്ടി, അതിനും കൂടെ ചേർത്തുള്ള വരുമാനമാണ് ലിവിംഗ് വേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭരണഘടനയിൽ 43-ാമത്തെ വകുപ്പിൽ പറയുന്നത് ജീവിക്കാൻ ആവശ്യമായ വേതനം നൽകണമെന്നാണ്. 43 ലിവിംഗ് വേജിനെ കുറിച്ച് പരാമർശിക്കുന്നു. 43A പറയുന്നു വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികൾക്ക് കൂടി പങ്കാളിത്തം കൊടുക്കണം. വ്യവസായശാലകൾ നടത്തുമ്പോൾ ആ നടത്തിപ്പിലെ എന്താണ്, അതിന്റെ മാനേജ്മെന്റിൽ പോലും, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ പോലും തൊഴിലാളികൾക്ക് കൂടി പങ്കാളിത്തം കൊടുത്തുകൊണ്ട് ഇവിടെ വ്യവസായശാലകൾ പ്രവർത്തിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് സോഷ്യലിസ്റ്റ് ആശയത്തിൽ ഒരെണ്ണം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. അപ്പൊ ഒന്നുകൂടി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ആർട്ടിക്കിൾ ആദ്യം മറക്ക്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്ക്. കൂടുതലും ജോലിയുമായി ബന്ധപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. ജോലിയുമായി ബന്ധപ്പെട്ട്, തുല്യ ജോലിക്ക് തുല്യ വേതനം, ജോലിയുമായി ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് ആശയം. റൈറ്റ് ടു വർക്ക്, ജോലിയുമായി ബന്ധപ്പെട്ട് സോഷ്യലിസ്റ്റ് ആശയം. വർക്ക് ചെയ്യേണ്ട സാഹചര്യം മാനുഷികപരമായിട്ടുള്ളതായിരിക്കണം, ജോലിയുമായി ബന്ധപ്പെട്ട്, അപ്പോ അത് സോഷ്യലിസ്റ്റ് ആശയം. തൊഴിലാളികൾക്ക് ജീവിക്കാനായിട്ടുള്ള വേതനം കൊടുക്കണം, സോഷ്യലിസ്റ്റ് ആശയം. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ അത് തന്നെ തൊഴിലാളികളുടെ പങ്കാളിത്തം. ഇതെല്ലാമാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മറ്റൊരു രീതിയിൽ ആലോചിച്ച് നോക്ക്. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് എപ്പോഴും ആരായിരുന്നു? തൊഴിലാളികളായിരുന്നു. അപ്പൊ തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന ആശയങ്ങളെ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കായിട്ടാണ് പറഞ്ഞിരുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കുക. എന്നാൽ ഉദാര ആശയങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ പൗരന്മാരെയും ഒരുപോലെ പരിഗണിക്കുന്നതാണ് ഉദാര ആശയങ്ങൾ. തുല്യനീതി ഉറപ്പാക്കണം, സൗജന്യ നിയമസഹായം, ഏകീകൃത സിവിൽ കോഡ്, 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പരിചരണം, പിന്നെ പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പഠിച്ചു. തുല്യ ജോലിക്ക് തുല്യവേതനം 39D, റൈറ്റ് ടു വർക്ക് 41. അപ്പൊ തൊട്ടടുത്ത് 42 സാഹചര്യം. 43 നമുക്ക് എന്താണ്? വേതനം ലിവിംഗ് ആയിരിക്കണം. അത് കഴിഞ്ഞ് 43A വ്യവസായ ശാലകളുടെ പങ്കാളിത്തം. ആ ഓർഡർ നോക്കിയേക്കും. 39 ഈക്വൽ പേ ഈക്വൽ വർക്ക്. ഓക്കെ. 41 റൈറ്റ് ടു വർക്ക്, വർക്കിന് സാഹചര്യം 42, വേതനം 43, നടത്തിപ്പിൽ കൂടെ പങ്കാളികളാക്കുമ്പോൾ 43A. അതാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ. നെക്സ്റ്റ് ഗാന്ധിയൻ ആശയങ്ങൾ. ഗാന്ധിജിയുടെ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശ തത്വങ്ങൾ വരുന്നതാണ് ഗാന്ധിയൻ ആശയങ്ങൾ. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, ശാക്തീകരിക്കുക എന്നാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ആശയങ്ങളാണ്. ഉറപ്പായിട്ട് ചോദിക്കും. പഞ്ചായത്തുകളുടെ ശാക്തീകരണം ആർട്ടിക്കിൾ 40, അത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. തൊഴിലുമായി ബന്ധമില്ല, അപ്പൊ സോഷ്യലിസ്റ്റ് അല്ല. പിന്നെ പൗരന്മാരെ തുല്യരായി കാണുന്ന ഒരു ഉദാര ആശയമല്ല. ഗ്രാമപഞ്ചായത്തുകളെ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 43 2 കാര്യങ്ങൾ പഠിച്ചു. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം 43 പറയുന്നുണ്ട്, ലിവിംഗ് വേജ്. കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, അതും മാർഗനിർദ്ദേശ തത്വങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് ഗാന്ധിയൻ ആശയങ്ങളാണ്. കൃഷിയും മൃഗസംരക്ഷണവും ഗാന്ധിജിയുടെ ആശയത്തിൽ വരുന്നത് തന്നെയാണ്. അത് 48. കൃഷിയും മൃഗസംരക്ഷണവും 48. ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപഭോഗത്തിനുള്ള നിരോധനം. അതായത് ശരീരത്തിന് ഹാനികരമായ പാനീയങ്ങളും മരുന്നുകളും നിരോധിക്കുക. നമ്മൾ ചാരായം നിരോധിച്ചിട്ടുണ്ട്, പാൻ മസാല നിരോധിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ ആർട്ടിക്കിളിന്റെ ഭാഗമാണ്. 47 ലഹരി വസ്തുക്കളുടെ നിരോധനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം 46. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റു ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനമാണ് 46 പറയുന്നത്. ഇതെല്ലാം ഗാന്ധിജിയുടെ കോൺസെപ്റ്റ് ആണ്. ഇതെല്ലാം ഗാന്ധിയൻ ആശയങ്ങൾ. ഓക്കെ. അപ്പൊ നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട ചില ആർട്ടിക്കിളുകൾ ഓർഡറിൽ പഠിച്ചു പോവാം. 39D തുല്യ ജോലിക്ക് തുല്യ വേതനം. 39A ഇത് ആഡ് ചെയ്തതാണ്, അടുത്ത ആർട്ടിക്കിൾ ആണ്. 39 കഴിഞ്ഞു വരുന്നതാണ് 39A. 39നകത്ത് വരുന്നതിന് D തുല്യ ജോലിക്ക് തുല്യ വേതനം. 39 തുല്യ നീതി സൗജന്യ നിയമസഹായം. ഓക്കെ. 40 പഞ്ചായത്തുകളുടെ രൂപീകരണം.
40 പഞ്ചായത്തുകളുടെ രൂപീകരണം, 41 റൈറ്റ് ടു വർക്ക്, 41 റൈറ്റ് ടു വർക്ക്, 42 തൊഴിൽ ഇടങ്ങളിൽ മാനുഷികപരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം, 43 ലിവിംഗ് വേജ് ലഭിക്കണം, കുടിൽ വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുക, 43A വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികൾക്കും പങ്കാളിത്തം കൊടുക്കുക, 44 ഏകീകൃത സിവിൽ കോഡ്, 44 ഏകീകൃത സിവിൽ കോഡ്, 45 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസവും പരിചരണവും പറയുന്നു, 46 പട്ടികജാതി പട്ടികവർഗത്തിന്റെ ഉന്നമനം പറയുന്നു, 47 പറയുന്നത് ലഹരി വസ്തുക്കളുടെ നിരോധനം, ശരീരത്തിന് ഹാനികരമായ കാര്യങ്ങൾ നിരോധിക്കുക, 48 കാർഷിക പരിപാലനം, അതുപോലെ തന്നെ കന്നുകാലി സംരക്ഷണം, 48A പരിസ്ഥിതി സംരക്ഷണം പറയുന്നു, 48 ഗോവധ നിരോധനം, 48A പരിസ്ഥിതി സംരക്ഷണം, 51 അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കുന്നു, 51 അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളെ, ഉറപ്പായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഇത് ആർട്ടിക്കിൾ ഒന്നും കൊടുത്തിട്ടില്ല, പകരം ഇങ്ങനെ 3 തിരിച്ചിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ട് ചോദിക്കും. ഉദാര ആശയങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു കോൺസെപ്റ്റാണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വം ഉറപ്പാക്കുക, ആർട്ടിക്കിൾ 51. പൗരന്മാർക്ക് ഏകീകൃത സിവിൽ കോഡ് 44. തുല്യനീതിയും സൗജന്യ നിയമസഹായവും 39A. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പരിചരണം 45. പരിസ്ഥിതി കന്നുകാലി വന്യജീവി സംരക്ഷണം, അതിലെ കന്നുകാലി വന്യജീവി സംരക്ഷണം 48ഉം പരിസ്ഥിതി സംരക്ഷണം 48A. തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം 43 പറയും. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം 39D. വ്യവസായശാലകളുടെ നടത്തിപ്പിൽ പങ്കാളിത്തം തൊഴിലാളികൾക്ക് 43A. തൊഴിൽ ചെയ്യാനുള്ള അവകാശം 41. മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവ ആനുകൂല്യങ്ങളും 42. ഗാന്ധിയൻ ആശയങ്ങൾ, പഞ്ചായത്തുകൾ 40, കുടിൽ വ്യവസായങ്ങൾ 43, കൃഷിയും മൃഗസംരക്ഷണവും 48, ലഹരി പദാർത്ഥങ്ങളുടെ നിരോധനം 47, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം 46. അപ്പൊ ഇത് ഉറപ്പായിട്ട് പഠിച്ചോളുക. ഉദാരാശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എക്സാമിന് ചോദിക്കുക. നെക്സ്റ്റ്, നിർദ്ദേശക തത്വങ്ങൾ പ്രയോഗത്തിൽ. എങ്ങനെയാണ് നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഞാൻ പറഞ്ഞു, സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം. സാമ്പത്തികവും സാമൂഹികവുമായ നീതി ഉറപ്പാക്കുക എന്നാണ് നിർദ്ദേശ തത്വങ്ങളുടെ ലക്ഷ്യം. സാമ്പത്തിക സാമൂഹിക നീതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശ തത്വങ്ങളായി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കാലാകാലങ്ങളിൽ ആവശ്യാനുസരണം ഈ നിർദ്ദേശ തത്വങ്ങൾ പല നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാറുണ്ട്. രാഷ്ട്രം നിയമനിർമ്മാണം നടപ്പിലാക്കും. ഉദാഹരണം, ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്ന ഗാന്ധിയൻ ആശയമാണ് 93 പഞ്ചായത്ത് രാജ് നിയമത്തിന് കാരണമായത്. 93 പഞ്ചായത്ത് രാജിന് കാരണമായത് ആർട്ടിക്കിൾ 40 ഗാന്ധിയൻ ആശയങ്ങൾ, പഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക. അങ്ങനെയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ പാസ്സാക്കിയത്. ഇനി ഉദാര ആശയമാണ് സൗജന്യ വിദ്യാഭ്യാസം. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പാസ്സായി. 2009 അത് ഈ വിദ്യാഭ്യാസ ഉദാര ആശയമായി നടപ്പിലാക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായി നോക്കിയാൽ മനസ്സിലാവും, ഫണ്ടമെന്റൽ റൈറ്റിൽ 21A 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധമായ വിദ്യാഭ്യാസം പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ച്വലി 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് വന്നത്. ഓക്കെ, പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഈ വിദ്യാഭ്യാസം, സൗജന്യ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഉദാര ആശയത്തിലൂടെയാണ് 2009 ആക്ട് പാസ്സാക്കിയതെന്നാണ് കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമായിട്ടാണ് അത് നടപ്പിലാക്കിയിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട. പിന്നെ 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം എന്തിന്റെ ഫലമാണ്? പരിസ്ഥിതി സംരക്ഷിക്കുക എന്ന് ഉദാരാശയം പറയുന്നില്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് 86 പരിസ്ഥിതി സംരക്ഷണ നിയമം വരുന്നത്. 76 തുല്യവേതന നിയമം 76 അതെന്തുകൊണ്ടാണ്? സോഷ്യലിസ്റ്റ് ആശയമായ സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന മാർഗനിർദ്ദേശക തത്വത്തിനെ നടപ്പിലാക്കലായിരുന്നു 76 തുല്യവേതന നിയമം. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിയമങ്ങളുടെ വർഷം ചോദിക്കും. ഒന്ന്, പഞ്ചായത്ത് രാജ് നിയമം 93, വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാസ്സാവുന്നു. 2010 നിലവിൽ വന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 86, 76 തുല്യവേതന നിയമം. അപ്പൊ ഇതൊക്കെ പാസ്സാക്കാൻ കാരണമായ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കാൻ കാരണം മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ വരുന്ന ഗാന്ധിയൻ ആശയമായ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കൽ. എന്നാൽ 86 പരിസ്ഥിതി സംരക്ഷണ നിയമം പാസ്സാക്കാൻ കാരണം ഉദാര ആശയമായ പരിസ്ഥിതി സംരക്ഷണം. 86 പരിസ്ഥിതി സംരക്ഷണ നിയമത്തിന് കാരണം
48A പറയുന്ന പരിസ്ഥിതി സംരക്ഷണം കൊണ്ടുവരണം എന്ന ഉദാരാശയമാണ്. ഇനി 76 തുല്യവേതന നിയമം പാസ്സാക്കാൻ കാരണം സ്ത്രീക്കും പുരുഷനും തുല്യവേതനം നൽകണമെന്ന് പറയുന്ന 39D പറയുന്ന സോഷ്യലിസ്റ്റ് ആശയമാണ്. അപ്പോൾ ഇങ്ങനെ പല ആശയങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയമങ്ങൾ നിർമ്മിക്കും. അങ്ങനെ നിയമങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെന്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന നിയമങ്ങൾ ഗവൺമെന്റ് നിർമ്മിച്ചില്ല എന്ന് പറഞ്ഞും കോടതിയെ നമുക്ക് സമീപിക്കാൻ കഴിയില്ല. ഗവൺമെന്റ് നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് അത് ലഭ്യമാവും, അല്ലാത്ത പക്ഷം കോടതിയിലോ നേടിയെടുക്കാൻ കഴിയില്ല. ഇത്രയുമാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് ഈ ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മൗലിക അവകാശങ്ങളും മാർഗനിർദ്ദേശ തത്വങ്ങളും. മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൗരന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവകാശങ്ങളാണ്. അത് ഗവൺമെന്റ് ഉറപ്പായിട്ടും നൽകിയിരിക്കണം. അത് ലഭിക്കാത്ത പക്ഷം നമുക്ക് കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയും. മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് പൗരന് ഉറപ്പായിട്ട് ലഭിക്കേണ്ടതല്ല, നമ്മുടെ രാഷ്ട്രത്തിന് ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങളാണ്. അത് നടപ്പിലാക്കുക രാഷ്ട്രത്തിന് ഓപ്ഷനാണ്. വേണമെങ്കിൽ നടപ്പിലാക്കുക, നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയിലൂടെ നേടിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ നോക്കൂ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും രാഷ്ട്ര നയത്തിന്റെ നിർദ്ദേശ തത്വങ്ങളും, അതായത് മാർഗനിർദ്ദേശ തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. മൗലിക അവകാശങ്ങൾ പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധിയിടുകയും ചെയ്യുന്നു. വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധിയിടുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഇവ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാൻ സാധിക്കും. ഏത്? മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ. കൂടാതെ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിന് സങ്കീർണമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ്. മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നത് അല്പം സങ്കീർണമായിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യ പ്രക്രിയയിൽ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തെ പ്രാവർത്തികമാക്കുന്നു. എന്നാൽ മറുവശത്ത് മാർഗനിർദ്ദേശ തത്വങ്ങൾ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു. ഇവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും നിർദ്ദേശക തത്വങ്ങളുടെ ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതാണ്. നിർദ്ദേശ തത്വങ്ങളുടെ ഭേദഗതി ചെയ്യുന്നത് മൗലിക അവകാശങ്ങളെ പോലെയല്ല. അതായത് മാർഗനിർദ്ദേശ തത്വങ്ങളുടെ ഭേദഗതി താരതമ്യേന ലളിതമാണ്, എന്നാൽ മൗലിക അവകാശങ്ങൾ കുറച്ച് സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, നെക്സ്റ്റ്, സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തെ സാക്ഷാത്കരിക്കുന്നതിൽ രാഷ്ട്ര നിർദ്ദേശ തത്വങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോ മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തിന് വേണ്ടിയാണെങ്കിൽ സാമൂഹിക സാമ്പത്തിക ജനാധിപത്യത്തിന് വേണ്ടിയാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉള്ളത്. ചുരുക്കത്തിൽ മൗലിക അവകാശങ്ങൾ പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമ്പോൾ നിർദ്ദേശ തത്വങ്ങൾ ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി പരസ്പരം പൂരകമാണ് എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണേ. ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷേ ഒരാൾക്ക് ഈ അവകാശം ലഭിക്കുന്നില്ല. അയാൾ വളരെ ദരിദ്രനായ ഒരാളാണ്. ഓക്കെ, അപ്പൊ ഇത് അവകാശം ലഭിക്കാനായി അയാൾക്ക് എവിടെ പോവാം? സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോടതി പോവാം. ഈ ദരിദ്രന് പോവാം. ഓക്കെ, ഇതെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവം? ഈ ദരിദ്രന് ഈ കോർട്ടിൽ പോയി കേസ് വാദിക്കണ്ടേ? കേസ് വാദിക്കണമെങ്കിൽ അയാൾക്ക് വക്കീൽ ഫീസ് കൊടുക്കണ്ടേ? ആ വക്കീൽ ഫീസ് കൊടുക്കാൻ ചിലപ്പോൾ ഈ ദരിദ്രന് പറ്റില്ലായിരിക്കാം. അപ്പൊ നമ്മൾ ആ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ദരിദ്രനെ സംബന്ധിച്ച് അയാൾക്ക് ഭക്ഷണമാണ് വലുത്. സ്വാതന്ത്ര്യത്തെക്കാളും വിദ്യാഭ്യാസത്തെക്കാളും അയാൾ ആഗ്രഹിക്കുന്നത് ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത ഒരാള് തന്റെ മൗലിക അവകാശം സംരക്ഷിച്ചു കിട്ടാൻ ഒരു വക്കീലിനെ ഫീസും കൊടുത്ത് കോടതിയിൽ കൊണ്ടുപോകും നിങ്ങൾക്ക് തോന്നണുണ്ടോ? അപ്പൊ ഇത് നല്ലതായിട്ട് നടപ്പിലാവണമെങ്കിൽ നമ്മൾ 39A പഠിച്ച തുല്യനീതിയും സൗജന്യ നിയമസഹായവും ഉണ്ടല്ലോ, അത് ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം. അതായത് ഇന്ത്യയിലെ പൗരന്മാർക്ക്, ഇന്ത്യയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നിയമസഹായം നൽകാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായാൽ അത് മാർഗനിർദ്ദേശ തത്വമാണ്. ഗവൺമെന്റ് അങ്ങനെ ഒരു സഹായം നിയമനിർമ്മാണത്തിലൂടെ കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? സൗജന്യ നിയമസഹായം കിട്ടും DPSPയിലൂടെ. അത് ഈ ദരിദ്രന് കിട്ടും. അപ്പൊ അയാൾക്ക് സൗജന്യമായിട്ട് വക്കീലിനെ ഗവൺമെന്റ് ഏർപ്പാട് ചെയ്ത് കൊടുക്കും. അപ്പൊ അയാളുടെ മൗലികാവകാശം ലഭിക്കാൻ വേണ്ടി അയാൾക്ക് കോടതിയിൽ പോകാൻ പറ്റും. അപ്പൊ അവിടെ അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കും. അപ്പൊ നോക്ക്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർക്ക് ഹെൽപ്ഫുള്ളായി? ഫണ്ടമെന്റൽ റൈറ്റിന് ഹെൽപ്ഫുൾ ആയിട്ട് മാറി. അങ്ങനെ പരസ്പര പൂരകമായിട്ട് ഒന്ന് മറ്റൊന്നിന് സഹായകമായിട്ട് നിലനിൽക്കുന്നതാണ്
ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഇതാണ് പരസ്പര പൂരകങ്ങൾ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൗലികാവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. കോടതി വഴി സ്ഥാപിക്കും മൗലികാവകാശങ്ങൾ. കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റും. നിയമപരമായി നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. പ്രധാനമായും വ്യക്തികളുടെ അവകാശങ്ങളെ സംരക്ഷിക്കും. ഭേദഗതി വരുത്തുന്നതിന് സങ്കീർണമായ നടപടിക്രമം ആവശ്യമാണ്. നടപ്പിൽ വരുത്തുന്നതിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. നോൺ ജസ്റ്റിഷ്യബിൾ ആണ്. ഏത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ നിയമപരമായി നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. ഇത് നിയമപരമായി നടപ്പിലാക്കാൻ കഴിയും, ഇത് നിയമപരമായി നടപ്പിലാക്കാൻ കഴിയുന്നവയല്ല. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഭേദഗതി നടപടികൾ താരതമ്യേന ലളിതവും നിയമനിർമ്മാണത്തിലൂടെ നടപ്പിലാക്കാവുന്നതും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സെഷനിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ചെറിയൊരു മേഖല, എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല പഠിച്ച് അവസാനിപ്പിക്കുന്നു. ഇതിൽ നിന്ന് ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. കൃത്യമായി പഠിച്ചിട്ട് പോവുക. പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും വസ്തുതകളാണ് മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് നൽകിയിരിക്കുന്നത്. കൃത്യമായി പഠിക്കുക. താങ്ക് യു.